രാവിലെ തന്നെ ഞാനും പിള്ളേരും കൂടി പോകുന്നത് എൻ്റെ വീട്ടിലോട്ടാണേ. ഗോപനാണെങ്കിൽ ഞങ്ങളെ വീട്ടിലോട്ട് വിട്ടിട്ട് വേണം ജോലിക്ക് പോകാനായിട്ട്. രാവിലെ നല്ലൊരു മഴയൊക്കെ പെയ്തിട്ടിരിക്കുക. അടുത്തൊരു മഴയ്ക്കുള്ള മൂടാപ്പും ഉണ്ട്, അതുപോലെ തന്നെ ചെറിയൊരു കുഞ്ഞു വെയിലും കിട്ടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ ചെന്ന് അപ്പോഴാണെങ്കിൽ അമ്മ തൊഴിലുറപ്പിനൊക്കെ പോയേക്കുമായിരുന്നു. അച്ഛനാണെങ്കിൽ ജോലിയില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ വീട്ടിലുണ്ടായിരുന്നു. വീട്ടിൽ ചെന്ന ഉടനെ തന്നെ ഞാൻ പോയത് ചേച്ചിയുടെ വീട്ടിലോട്ടാണ്. ഞങ്ങളുടെ വീടിന്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ചേച്ചിയുടെ വീട്. അവിടെ ആണെങ്കിൽ ഒത്തിരി ചെടികളുണ്ട്, നല്ല ഭംഗി അതൊക്കെ കാണാനായിട്ട്. അതൊക്കെ വാങ്ങാനായിട്ടാണ് ഞാൻ പോയത്. ചേച്ചിക്കാണെങ്കിൽ ഇപ്പൊ ചെടികളൊക്കെ വളരെ കുറവാണ്. നേരത്തെ ആണെങ്കിൽ എന്തുമാത്രം ചെടികളുണ്ടായിരുന്നറിയോ. രാജേച്ചിയാണെങ്കിൽ വീഡിയോയിലൊന്നും കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും കാണിക്കുന്നില്ലേ. ഞങ്ങൾ വീട്ടിൽ ചെന്ന നേരം ആവശ്യത്തിന് ചെറിയ രീതിയിലൊക്കെ വെയിലുണ്ടായിരുന്നു. ഇത്രയും ദിവസം രാവും പകലും ഒരുപോലെ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ വെളിയിലോട്ടൊന്നും ഇറങ്ങാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. ഇന്നിങ്ങനെ ചെറിയ രീതിയിൽ വെയിലൊക്കെ വരുമെന്ന് കരുതിയതേ ഇല്ല. ഇന്നും മഴയായിരിക്കും എന്ന് കരുതിയിരിക്കുമായിരുന്നു. ഇനിയിപ്പോൾ വെയിലുള്ള ദിവസം മാത്രമേ പുറത്തെ ജോലികളൊക്കെ നടക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ പിള്ളേരും കാണും എൻ്റെ പിറകെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ചെടികളൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുവച്ച് ഇനി വൈകുന്നേരം വരെ ഞങ്ങൾ ഇവിടെ കാണും. ഗോപൻ ജോലിക്ക് പോയതുകൊണ്ട് തന്നെ വൈകിട്ട് ഇനി വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകത്തുള്ളൂ. ഇതാണ് അമ്മ വാങ്ങിച്ച ഫ്രിഡ്ജ്. ആ നേരം കൊണ്ട് അച്ഛൻ പോയി കുറച്ച് പഴുത്തിയാക്കി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അത് വൃത്തിയാക്കിയൊക്കെ തന്ന്. എനിക്കും പിള്ളേർക്കും പഴുത്തിയാക്ക എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എനിക്ക് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പണിയില്ല. തീറ്റി കുടി ഉറക്കം ഇത് തന്നെ എൻ്റെ ജോലി. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് പഴുത്ത മാങ്ങയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം വൃത്തിയാക്കിയൊക്കെ തന്ന്. രാജിച്ച് തന്ന ചെടികളെല്ലാം ഞാൻ ഒരു കവറിലോട്ടാക്കി മാറ്റി വെച്ച്. പിന്നെ യാദൂട്ടനാണെങ്കിൽ അവിടെ ടിവിയും കണ്ടുകൊണ്ട് മാങ്ങയൊക്കെ തിന്നോണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു. പിന്നെ അച്ഛൻ പോയി പിള്ളേർക്ക് തിന്നാനായിട്ട് കുറച്ച് പലഹാരമൊക്കെ വാങ്ങിയിട്ട് വന്നു. പിന്നെ അതിൽ നിന്ന് 2-3 എണ്ണമൊക്കെ തിന്ന് ടിവിയും കണ്ടിരുന്ന് ഉച്ചയൂണം കഴിഞ്ഞ് ഉറങ്ങാനായിട്ടൊക്കെ ഞാൻ കിടന്നു. യാതും കായും ടിവിയും കണ്ടിട്ടൊക്കെ അവിടെ ഇരിക്കുകയായിരുന്നു. ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴത്തേക്ക് ഗോവം വരാൻ സമയമൊക്കെ ആയി. അപ്പോഴത്തേക്ക് ഞങ്ങൾ പോയി റെഡി ആയിട്ടൊക്കെ ഇറങ്ങി. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ഓക്കെ ഫ്രണ്ട്സ്, ടാറ്റാ.